ദാരിദ്ര്യത്തെ മുഖാമുഖം കാണാം. നമ്മൾ ട്രാഫിക് സിഗ്നൽ കാത്തു കിടക്കുമ്പോൾ യാചകർ സമീപിക്കാറുണ്ട്. അവർ നമ്മളുടെ അടുത്ത് വന്ന് ദയനീയ ഭാവം കാണിച്ച് നമ്മുടെ ഉള്ളിലെ യാചകനെ ഉണർത്തുമ്പോഴാണ് നാം അവർക്ക് കാശ് കൊടുക്കുന്നത്. അത് അവരുടെ വിശപ്പ് മാറ്റാനോ അല്ലെങ്കിൽ അവരോട് സ്നേഹമുണ്ടായിട്ട് ഒന്നുമല്ല. നമ്മുടെ ഉള്ളിൽ ഉണർന്ന യാചകനെ സംതൃപ്തിപ്പെടുത്തി സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് നാം ആ കാശ് കൊടുക്കുന്നത്. അതായത് പണി ചെയ്യാതെ ധനം കിട്ടുന്നതിലെ സന്തോഷം. നമ്മുടെ ഉള്ളിലെ ഈ യാചകനാണ് കേരളത്തിലെ സകല കൈക്കൂലിക്കും അഴിമതിക്കും ക്ഷേത്രങ്ങളിൽ സ്വത്ത് കുന്നുകൂടുന്നതിനും സകല വൃത്തികേടുകൾക്കും ഉള്ള അടിസ്ഥാന കാരണം. ഇങ്ങനെ ദാരിദ്ര്യത്തിൽ വസിക്കുന്ന യാചകർ ഉള്ളിലുള്ളവരാണ് കാര്യസാധ്യത്തിനായി മറ്റുള്ളവർക്ക് എന്തെങ്കിലും എറിഞ്ഞു കൊടുക്കുന്നത്. വാങ്ങിക്കുന്നവരും അതുതന്നെയാണ്. കേരളത്തിൽ പുറത്ത് കാണുന്ന അതിദാരിദ്ര്യമാണോ വലുത്, അതോ ഉള്ളിലെ ഈ അതിദാരിദ്ര്യമാണോ വലുത്? സ്വയം ചിന്തിക്കുക.